സ്ഥാനമോഹത്തിനൊരു പരിധി വേണം. ഇത് എവിടം വരെയാണ്, എന്തൊക്കെയാണ് പോകുന്നത്? അത് സുധാകരൻ മാത്രമല്ല കേട്ടോ, അദ്ദേഹം ശുദ്ധനാണോ, അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണോ? സുധാകരൻ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസം മുമ്പ് വളരെ അച്ചടി ഭാഷണം, ഒരു സംശയവുമില്ല, 110% കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും. ഡൽഹി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പരസ്യമായി പറയുന്നു. ഇതല്ല, ഇത് ഒരുപാട് ആൾക്ക് ഇപ്പം അടൂർ പ്രകാശന് MLA ആയ മാത്രം പോരാ, മന്ത്രിയായാലും പോരാ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് പോരാ. അപ്പോൾ KC വേണുഗോപാലിന് എന്താ പൊളിക്കുമോ? എം കെ രാഘവനാണെങ്കിൽ അത് വേറൊരു കേസ് കേട്ടാണ്. എം കെ രാഘവൻ ഇനി ഞാൻ മത്സരിക്കില്ല, ഇത് ലാസ്റ്റ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. കഴിഞ്ഞ തവണ MP ആയിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണം. ആർക്കാ വേണ്ടാത്തത്? ഈ പഴയൊരു കഥയുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ. ഇതുപോലെയായിരുന്നു. നിയമസഭയിൽ മത്സരിച്ചു, കിട്ടിയില്ല. അത് കഴിഞ്ഞ് പാർലമെൻറ്റിൽ ഇപ്പോൾ പിടിച്ചുകളയെന്ന് വിചാരിച്ചിട്ട് പാർലമെൻറ്റിലേക്ക് ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് പാർലമെൻറ്റിൽ മത്സരിച്ചു. പാർലമെൻറ്റിൽ ചെന്നപ്പോഴത്തേക്ക് അത് പോയി. പിന്നെ പുള്ളി പാർലമെൻറ്റിലോട്ട് പോകാറില്ലായിരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ബിരിയാണിയൊക്കെ അടിച്ച് ഫ്ലൈറ്റിലൊക്കെ കയറി ചെന്നപ്പോഴത്തേക്ക് അത് പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഉളുപ്പില്ലാതെ തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ വന്ന് മത്സരിച്ചു. ഇങ്ങനെയൊക്കെ നടക്കും. പിന്നെ അദ്ദേഹത്തിന് അത് അഫോർഡ് ചെയ്യാം. ചോദിക്കാനും പറയാനും ആരില്ലാത്ത പാർട്ടിയായിരുന്നു കുറച്ച് കാലം മുമ്പ് വരല്ലേ. ഇനി നടക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്ന് മാത്രമല്ല, ജയിക്കാനും ഉള്ള സീറ്റുകൾ MP സ്ഥാനം വിട്ടാൽ, MLA സ്ഥാനം വിട്ടാൽ അത് തിരിച്ച് ലീഗിൻ്റെ കയ്യിൽ തന്നെ വരും. പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വീണ്ടും ഒരു ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. കോൺഗ്രസിൽ നിന്ന് വേറെ അത് ഒരു കാര്യമില്ലല്ലോ. കോൺഗ്രസിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാ? നേതാക്കളാണ്, അണികളല്ല. അതുകൊണ്ട് മത്സരിക്കാനൊക്കെ ആളെ കിട്ടുമായിരിക്കും. പക്ഷേ പ്രശ്നം സീറ്റ് ജയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അങ്ങനെ ഇരിക്കെ ഒരു ഉത്തരവാദിത്വമില്ലാതെ സുധാകരന് വേണമെങ്കിൽ ആദർശത്തിൻ്റെ ഒരു മേമ്പൊടിയെങ്കിലും ഉണ്ട്. എന്നെ ഉപദ്രവിച്ചു, എനിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എന്നെ നുള്ളി, എന്നോട് വിശേഷം ചോദിച്ചില്ല എന്നൊക്കെ നമുക്ക് ഒരു ഇത് പറയാമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈസ് ടു എക്സ്പോസ്ഡ്. എന്താ വേണ്ടത്? സീറ്റ്. എന്തിനാ? ചുമ്മാ എനിക്ക് വേണം, ഇത്രയല്ലേ ഉള്ളൂ. ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് വേണം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ വാക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്, എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അതെന്തൊരു വാക്കാണ് ഇത്? MP ആകുന്നു, KPC പ്രസിഡന്റ് ആകുന്നു, വീണ്ടും MLA ആകാനല്ലല്ലോ സുധാകരൻ, കണ്ണൂർ സുധാകരൻ, സുധാകരൻ ബഹളം വെച്ചിട്ടുണ്ടാകുക. മന്ത്രിയാവാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അതും ആഭ്യന്തരം അടക്കമുള്ള വകുപ്പുകൾ വേണമല്ലോ. അപ്പോൾ ഈ ആഗ്രഹത്തിന് പരിധിയില്ലാതെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇവിടുത്തെ ഇപ്പുറത്തെ CPM വളരെ ഗംഭീരമായ അവരുടെ മെഷീനറി ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം തർക്കങ്ങളിൽ കുടുങ്ങി രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും സണ്ണി ജോസഫിനൊന്നും തിരുവനന്തപുരത്തിൽ കേരളത്തിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഡൽഹി കിടക്കുകയാണ് ഒരാഴ്ചയായിട്ട്, പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ.